തണുത്തിട്ടാണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നാണ് പുതിയ ഉടുപ്പിട്ടിട്ട് കുളിക്ക് പോണ്ട ദിവസം. എഴുന്നേക്കടാ, 9 മണിയായി. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നാണ് നമ്മുടെ കുക്കുവിൻ്റെ സ്കൂൾ തുറക്കണ ദിവസം കേട്ടോ. ജൂൺ 3-ാം തീയതിയാണ് ഇവർക്ക് സ്കൂൾ തുറന്നത്. സാധാരണ എല്ലാവർക്കും ജൂൺ 1-ാം തീയതി തുറന്നു. അപ്പോൾ കുക്കുവിന് ഭയങ്കര വിഷമമായിരുന്നു. കുക്കുവിൻ്റെ സ്കൂൾ മാത്രം തുറന്നില്ല, ബാക്കി എല്ലാവരും സ്കൂൾ തുറന്നു, പിന്നെ കളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് പുതിയ ഡ്രസ്സ് മേടിച്ചത് ഇടാണ് കേട്ടോ. അന്ന് പോയിട്ട് ഞങ്ങളിത് ഈ ഒരു ബനിയനാണ് മേടിച്ച സമയത്ത് ഞങ്ങൾ ഇട്ട് നോക്കിയില്ലേ, വീട്ടിൽ വന്നപ്പോൾ ഇത് ഭയങ്കര ലൂസ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇത്തിരി ട്രെൻഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഇൻസൈഡ് ചെയ്ത് നോക്കി, പക്ഷെ അത് കാണാൻ വലിയ ഭംഗിയില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചത് ആളൊന്ന് കരയുന്നതാണ് കേട്ടോ, പക്ഷെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നോട് ചോദിച്ചത് നാണക്കേടാവുമോ, പിള്ളേരൊക്കെ കാണുമ്പോൾ നാണക്കേടാവുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം പോയി അതേ സ്കൂൾ തന്നെ ആയ കാരണം വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിള്ളേരിനാക്കിയിട്ട് പോരൊന്നും വേണ്ട, ചെറുതായിട്ട് ചെറിയൊരു മീറ്റിങ്ങും കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പറച്ചിലും അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ കാര്യം ക്ലാസ്സിൽ കറക്റ്റായി എത്തണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേരെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോരാട്ടെ. അപ്പോൾ പോരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിന് ചെറിയൊരു വിശപ്പ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച ഒരു ലൈമും കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന്. പക്ഷേ ഒരു വലിയ വിശപ്പായി മാറിയപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുവിൻ്റെ സ്കൂളിലത്തെ ഫസ്റ്റ് ഡേ വീഡിയോ ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ രാവിലത്തെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല, അതായത് കുക്കിങ്ങും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഇന്ന് 5:30 ഇട്ട വീഡിയോയിൽ, അതായത് ജൂൺ 3 5:30 ഇട്ട ഷോർട്ട് വീഡിയോയിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലോങ്ങിലും ഷോർട്ടിലും സെയിം സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒന്നും ഇടാതിരുന്നത്. പിന്നെ സ്കൂളിൽ കൊണ്ടാക്കണ നേരത്തെ എനിക്കൊരു ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഴുന്നേക്കുന്നത് 9:30, 10 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കി. ഇന്നിപ്പോൾ അമ്മമാരും ഒപ്പം ഇരിക്കണം, ചെറിയൊരു മീറ്റിംഗ്, അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിടും. വേറെ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് ഇവനൊന്ന് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം പോയ സെയിം സ്കൂളാണല്ലോ, അതുകൊണ്ട് ഒരു പരിചയമുണ്ട്. കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കൊണ്ടാക്കിയ സമയം മുതൽ വൈകിട്ട് കൊണ്ടുവരുന്ന വരെ കരച്ചിലായിരുന്നു. ഇന്ന് പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പോരുന്ന നേരത്തെ ഞങ്ങൾ അവിടെ ആക്കുമെന്ന് ടെൻഷൻ അടിച്ച് ചെറുതായിട്ട് നിൽക്കി എന്ന് പറഞ്ഞു, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് വേറെ 2-3 കാര്യങ്ങളും കൂടി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കറുത്ത പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന പൂച്ചക്കുട്ടി മരിച്ചുപോയി. അപ്പോൾ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് കാലത്തത് കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം പൂച്ചക്കുട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ആ പൂച്ചക്കുട്ടി ഇവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുക്കുവാണ് അതിനൊരു പേരിട്ടേക്കുന്നത്. സത്യത്തിൽ അത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊക്കെ നോക്കണൊരു പൂച്ചക്കുട്ടിയാണ്. അവരതിന് പേരിട്ടേക്കുന്നത് കറമ്പൻ എന്നാണ് കേട്ടോ. കുക്കു അതിനെ ചിണ്ടാപ്പിന്ന് വിളിക്കണമെന്ന് മാത്രം. അപ്പോൾ തലേന്ന് വരെ ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തലേന്ന് വരെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ആളാണ്. രാവിലെയും ഞാൻ കണ്ടു. രാവിലെ അന്ന് ഞങ്ങൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴൊന്നും കണ്ടില്ല. അപ്പോഴാണ് അറിയുന്നത് പൂച്ചക്കുട്ടി മരിച്ച കാര്യം. ഒന്നൊരു സാഡായിട്ടുള്ള കാര്യമുണ്ട്, ഒന്നൊരു പ്രൗഡായിട്ടുള്ള കാര്യമുണ്ട്. പ്രൗഡായിട്ടുള്ള കാര്യം ആദ്യം പറയാം. പ്രൗഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ ഫോൺ എടുത്തു. പുതിയ ഫോൺ എന്ന് പറയുമ്പോൾ പൈസക്കാരി പുതിയ ഫോൺ എടുത്ത് ജാട, അതൊന്നല്ല. നിങ്ങളെൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടവരായിരിക്കാം, കുറച്ച് പേരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലൈഫ് സ്റ്റോറി കേട്ടവരായിരിക്കാം, എൻ്റെ വേറെ കടങ്ങളുടെ വീഡിയോ കേട്ടവരായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത് അതെന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്നും ഒരിക്കലും ഇങ്ങനൊരു ലൈഫ് സ്വപ്നം കണ്ടിട്ടില്ല. ഇങ്ങനൊരു ലൈഫ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വാടക വീട്ടിലാണെങ്കിലും എനിക്ക് എൻ്റേതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പുട്ട് മേടിക്കാൻ പോലും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരരുതെന്ന് എനിക്കുണ്ട്. ഇപ്പോൾ തള്ളാൻ തോന്നും. പണ്ട് മുതലേ ഇങ്ങനെ പൈസ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ച് ഉള്ളൊരു ടൈപ്പ് ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ പണ്ട് അടയ്ക്കൊക്കെ വിളിക്കാൻ പോകും. അപ്പോൾ ഞാനും ആ വീട്ടിലിങ്ങനെ അടയ്ക്കൊക്കെ വിളിക്കാൻ പോകും. അവർ പൈസ തന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ വല്ല എന്താ പറയുക, പണ്ട് പിന്നെ യൂട്യൂബൊക്കെ വരുന്നൊക്കെ പിന്നെ ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് പൈസ കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോക്കറ്റ് മണി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഞാൻ
ആ കടം വീട്ടാൻ വേണ്ടി യൂട്യൂബിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏണിങ്സ് കിട്ടുന്നൊന്നും വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ മൈൻഡൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കിയറിയാം, ഫുള്ള് കോമഡി വീഡിയോസാവും. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായി കണ്ടൻറ്റ് എഴുതി അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി നമ്മുടെ ഹാർഡ് വർക്കും ഉണ്ട്, കുറച്ചൊക്കെ നമ്മുടെ ലക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും എത്താൻ പറ്റും. ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഞാനന്ന് ആ ഒരു കടത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം, ഒരുപാട് പേര് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലായി മെസ്സേജ് അയച്ചു, എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കയറി വരണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ കടം വിട്ട ഹസ്ബൻഡിനെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടൊരു ഐഡിയ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ജേണി പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ സാഡായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞില്ലേ, സാഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അവേ കൊടുക്കുമ്പോൾ നമുക്കറിയില്ല ആർക്കൊക്കെ കിട്ടുന്നുള്ളത്. എനിക്കൊരു ആളിനെ പേഴ്സണലായിട്ട് യൂട്യൂബിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് തരുന്ന ഒരാളിനെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല. നിങ്ങളുടെയൊക്കെ DP നോക്കിയിട്ടാണ് ഡെയിലി കാണുന്ന കമൻറ്റ്, ഈ ചേച്ചി ഡെയിലി കമൻറ്റ് ഇടുന്നതാണ്, ഈ ചേച്ചി അങ്ങനെ ഇടുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഗിവ് അവേ ചെയ്തു. അപ്പോൾ കുറേ പേര് നമുക്കറിയാം, നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചുരുങ്ങിയത് 1,00,000 പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണും, ചുരുങ്ങിയതാണ് പറയുന്നത്. അപ്പോൾ 1,00,000 പേരിൽ ഒരു 700 പേരെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റ ആയിക്കോട്ടെ അതുപോലെ തന്നെ മെയിൽ ആയിക്കോട്ടെ. അപ്പോൾ അതൊന്നും ഞാൻ ആരെന്നെ തിരഞ്ഞെടുക്കും? എൻ്റെ കയ്യിലാകെ കൂടി 10 ബാഗുള്ളൂ. ഈ 10 ബാഗ് ഞാൻ ആർക്ക് കൊടുക്കും? അപ്പം ഞാൻ തന്നെ കമൻറ്റ് പിക്കർ വഴി ചിലപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരാളെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറി വായിച്ചോ ഇവർക്ക് കൊടുക്കാം. അങ്ങനെയാണ് ഞാനൊരു 10 പേരെ സെലക്ട് ചെയ്തത്. അതിലൊരു 2 പേര് എൻ്റെ അടുത്തുള്ളത് തന്നെയായിരുന്നു കേട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ ഡയറക്റ്റ് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ കൂടി ഞാൻ ഒരാൾക്കാവും യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരാളാണ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. മനസ്സിലായ? അതായത് യൂട്യൂബിൽ ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ഇട്ടു, അവരുടെ വീടിൻ്റെ അടുത്ത് ആർക്കോ കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു നേരത്ത് ഓക്കെ അഡ്രസ്സ് അയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഏതിലായി കുട്ടി അഡ്രസ്സ് അയക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇൻസ്റ്റയിലും മെയിൽ വഴിയും കുറേ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും ആവുമെന്ന് വിചാരിച്ചു. ഈ കുട്ടി തന്നെയാണ് ആ കുട്ടി എന്നുള്ളത് എനിക്ക് കൺഫേം ചെയ്യാനായിട്ട് ആളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് യൂട്യൂബ് വഴി ഷെയർ ചെയ്യാനായിട്ട് പറ്റൂല. അങ്ങനെ എല്ലാവരുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ബാഗുകളും അയച്ചു. അന്നേരത്ത് ആ കുട്ടീനെ കോണ്ടാക്ട് ചെയ്തു, അഡ്രസ്സ് അയച്ചു, ഞാനാണ് യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലാങ്കായി. ഈശ്വര, ഞാനപ്പോൾ ഈ കുട്ടിക്കല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും, ഇനിയിപ്പോൾ ആരെങ്കിലും അഡ്രസ്സ് അയക്കാത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക വാങ്ങാനായിട്ട്, ഇപ്പോൾ ഗിവ് അവേ ചെയ്താലും ചിലർ മേടിക്കാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഗിവ് അവേ ഒക്കെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈ ചാൻസ് ആർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആരുമില്ല, എല്ലാവരും അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറയുക, ഞാൻ പേയ്മെൻറ്റ് തരാം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ബാഗ് വാങ്ങി അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇനി വേണ്ട പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവ് അവേ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ പേഴ്സണലായിട്ട് ഇന്ന ആൾക്ക് എന്നെ കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ലക്കുള്ളവർക്ക് കിട്ടും. പിന്നെ ഇത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇന്ന ആളാന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം അങ്ങനൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റി. ഞാൻ ആ കുട്ടിയോട് സോറി ചോദിച്ചു. ആളും എന്നോട് സോറി ചോദിച്ചു കേട്ടോ. ആളങ്ങനെ ചതി എന്നുള്ളൊരു വാക്ക് ആളുടെ വായിന്ന് വന്നു. ആ നേരത്തെ ഇതിൽ വന്നതാണ്. അപ്പം അങ്ങനെ കേട്ടോ, എനിക്ക് ആളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ അതെൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. കറക്റ്റായിട്ട് ഇന്ന ആളിനെ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ള ഒരു ഇത്. അപ്പം നമ്മുടെ ബാക്കി 2 ഗിവ് അവേ വിന്നേഴ്സിൽ ഒരാളെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരാൾ കൂടി ഉണ്ട്. ആളെന്നെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് സെലക്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് മൂക്കുത്തിയത് ഒരു 6 തവണ ആയതെന്നുള്ളത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ ഇവിടെയൊക്കെ ഓരോ തുളകൾ ഉണ്ടാവും.
ആദ്യമായിട്ട് എനിക്ക് മൂക്കുത്തിയത് എവിടെയാണെന്നറിയോ? അതൊരു ബ്യൂട്ടി പാർലറാണ് മൂക്കുത്തിയത്. ആ മൂക്കുത്തിയത് എനിക്കിത് ഈ തുമ്പത്താണ് കുത്തി തന്നത്. ആ തുമ്പത്ത് കുത്തി തന്നു. അപ്പം അപ്പം തന്നെ അമ്മ പറഞ്ഞു ഇത് എന്തോന്ന് ഇവിടെ കുത്തി വെച്ചേക്കണത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കുത്താൻ പറഞ്ഞപ്പോൾ ഇത് ഇവിടെയാണ് കുത്തി തന്നത്. അത് കുത്തിപ്പോൾ ഓക്കെ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച്. എന്നിട്ട് വൈകുന്നേരം ആയിപ്പോയി എനിക്ക് ധൃതി കൂടിയിട്ട് ഞാനത് എന്ത് ചെയ്തു, മൂക്കുത്തിയെ അവരിട്ട് തന്ന മൂക്കുത്തി ഊരിയിട്ട് അപ്പം തന്നെ ആ തുള കാണാമല്ലോ. കാരണം തുളഞ്ഞ് വരണല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തുള കാണാമല്ലോ. അങ്ങനെ അത് പോയി. എന്നിട്ട് ഞങ്ങൾ തട്ടാൻ്റെ അടുത്തേക്ക് പോയി ഒരു തവണയും കൂടി കുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുത്തി. പിന്നെ കുത്തിയപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ കുരു എന്താ അങ്ങോട്ട് വന്ന്. അത് കഴിഞ്ഞ് പിന്നെയും കുത്തി. അത് ഞാൻ കുറേ നാൾ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഒരു കുരു വന്നു. അങ്ങനെ അതൊക്കെ ഒരു അവസാനം ദേ ഇപ്പോൾ ഒന്ന് കുത്തിയിട്ടുണ്ട്. ഇനി ഇത് റെഡി ആവുമെന്ന് അറിയില്ല. പിന്നെ എന്നെ കാണാൻ ഒരു തമിഴത്തി ലുക്ക് ഉണ്ടെന്നാണ് കുക്കുവിൻ്റെ അച്ഛൻ പറയണത്. കറക്റ്റാണോ കുക്കോ? തമിഴത്തിയുടെ പോലെ ഉണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ പോലെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞോളോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.